ഹെൽത്തി ടേസ്റ്റിയായ ഗോതമ്പ് ദോശയും അതിനുള്ളിലെ ഫില്ലിങ്ങും. ഇത് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈസിയാണ്, എന്നാൽ ഹെൽത്തിയുമാണ്. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കതൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നല്ലതായിട്ട് ലൂസായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മുടെ ആ ബാറ്റർ ഇങ്ങനെ വെള്ളം പോലെ, കുറച്ച് വെള്ളം എന്നാൽ ജസ്റ്റ് തിക്നെസ്സും. ഇത് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നമ്മളൊരു ഫില്ലിങ് ഉണ്ടാക്കി വയ്ക്കും. ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ വേണം. അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ചീകിയിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതിട്ട് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഇതാണ് നമ്മുടെ ഗോതമ്പ് ദോശയ്ക്കുള്ളിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വയ്ക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ ഗോതമ്പ് ഒഴിച്ച് നമുക്ക് ദോശ പോലെ പരത്തി ഉണ്ടാക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ആ ദോശ ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ട് പരത്തി കൊടുക്കാം. ഇനി അത് ഒരു വശം വെന്തിട്ട് അടുത്ത വശം തിരിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ദോശ തിരിച്ചിട്ട് കൊടുക്കാം. കൂട്ടുകാരെ, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുക. എന്നിട്ട് മറു സൈഡ് നമ്മൾ അടച്ച് വെച്ച് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. ഇത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാനിത് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാറുണ്ട്. അതുപോലെ ഒന്നാണിത്. ഇപ്പം നമ്മൾ ദോശ നമ്മൾ ഇങ്ങനെ മടക്കി ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയും അത് ഞാൻ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഉണ്ടാക്കുന്നു. അടുത്തതും ഞാനിതുപോലെ ഫില്ലിങ് ചെയ്ത് നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ ഓട്ടട എന്ന് പറയുമ്പോൾ കയ്യിൽ പരത്തിയിട്ട് ഇലയിലുണ്ടാക്കുന്ന ഓട്ടട അല്ലെങ്കിൽ ഇലയപ്പം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഒരു മോഡലാണ്. നമ്മൾ ഈ വിദേശികളായിട്ട് പാർക്കുന്നവർക്ക് എങ്ങനെയോ ഇലയൊക്കെ മേടിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലോ. സമയത്ത് നമുക്കിങ്ങനെ ഒരു കൊതി തോന്നിയാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.